വേണ്ട കുറുമ്പ് കാട്ടില്ല. ഈ കൊമ്പനാണ് ഇനി താരം. മറ്റൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് റോബോട്ടിക് ആനയെ നടയിരുത്തുന്നത്. മാർച്ച് 17 നടയിരുത്തുന്ന ആനയെ ആന്ധ്ര ആസ്ഥാനമാക്കിയ പെറ്റ ഇന്ത്യ എന്ന സ്ഥാപനമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി മുതൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനും എഴുന്നള്ളപ്പിനും റോബോട്ടിക് ആനയായിരിക്കും തിടമ്പേറ്റുന്നത്. 800 കിലോഗ്രാം തൂക്കമുള്ള ആനയ്ക്ക് 10 അടി ഉയരമുണ്ട്. മഹാദേവൻ എന്ന പേരാണ് ആനയ്ക്ക് നൽകുന്നത്. ആന്ധ്ര ആസ്ഥാനമായ പെറ്റ ഇന്ത്യ എന്ന സ്ഥാപനമാണ് കത്തിയമ്പലം മഹാദേവൻ ക്ഷേത്രത്തിലേക്ക് ആനയെ നൽകുന്നത്. മാർച്ച് 17 രാവിലെ 10-നാണ് ആന സമർപ്പണം. തുടർന്ന് നടക്കുന്ന സമർപ്പണ സമ്മേളനത്തിൽ റോജി എം ജോൺ MLA മുഖ്യ അതിഥിയാകും. TRV നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിക്കും. യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ആനയ്ക്ക് നാമകരണം നടത്തും. തുടർന്ന് തിരുവാതിരക്കളിയും പ്രസാദഊട്ടും ഉണ്ടാകും. എറണാകുളം ജില്ലയിലെ ആദ്യത്തെ റോബോട്ടിക് ആനയായിരിക്കും ഇതെന്നും ക്ഷേത്ര കാര്യദർശി കാപ്പിള്ളി ശ്രീകുമാർ നമ്പൂതിരി പറഞ്ഞു. ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളപ്പിന് ആനകളെ കിട്ടാനുള്ള ക്ഷാമവും ഉത്സവപ്പറമ്പുകളിൽ ആനയിടയൽ മൂലമുണ്ടാകുന്ന അപകടങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ക്ഷേത്രത്തിൽ റോബോട്ടിക് ആനയെ ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, അങ്കമാലി. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.